വെൽക്കം ടു CMR Learn Stuff. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് 2 വേൾഡ് വാർസ്, ഇൻ്റർവാർ പീരീഡ്സ് ആൻഡ് ഡിപ്രഷൻ ഇയേഴ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സാമൂഹികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യം പറയാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുള്ളത് വാട്ട് വർ ദ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട്സ് ഓഫ് ദ ഡിപ്രഷൻ ഇയേഴ്സ് ഓൺ ഗ്ലോബൽ ഇക്കോണമീസ്, ഹൗ ഡിഡ് ദ ഇൻ്റർവാർ ഇയേഴ്സ് ഷേപ്പ് ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി. ഈ രണ്ട് ക്വസ്റ്റ്യൻസാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതും ഏതെല്ലാം പോയിൻറ്റ്സുകളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ ഇന്നീ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ എന്താണ്, അതിൻ്റെ രാഷ്ട്രീയമായ സാമൂഹികമായ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്, എന്തെല്ലാം മാറ്റങ്ങളാണ് പിന്നെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് ഒരു യൂണിറ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പോയട്രി അതുപോലെ ബാക്കിയുള്ള ലിറ്ററേച്ചറിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് 2 വേൾഡ് വാർസ് ലിറ്ററേച്ചറിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് 2 വേൾഡ് വാർസ് എന്തൊക്കെയാണ്, അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നീടുള്ള യൂണിറ്റിനകത്താണ് പോയട്രി അല്ലെങ്കിൽ മറ്റുള്ള ലിറ്ററേച്ചറിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പോയട്രീനെ എങ്ങനെയാണ് വേൾഡ് വാർ സ്വാധീനിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ടും പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ള അടുത്ത യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് എഴുതിയിട്ടാണ് നമ്മൾ ആൻസർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. അടുത്തൊരു സെക്ഷനിലേക്ക് എത്തുന്ന സമയത്ത് അതുകൂടി ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർസ് ആൻഡ് ദ ഇൻ്റർവാർ ഇയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറും അതിനിടയിലുള്ള വർഷങ്ങളും ലോക ചരിത്രത്തിലെ ഏറ്റവും കോളിളക്കമുള്ളതും ഒരുപാട് പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതുമായിട്ടുള്ള കാലഘട്ടങ്ങളിലൊന്നാണ്. അപ്പോൾ ഇറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് പൊളിറ്റിക്സ്, ഇക്കോണമീസ്, സൊസൈറ്റി ആൻഡ് കൾച്ചർ. അപ്പോൾ സമൂഹത്തെയും അതുപോലെ സമ്പദ് വ്യവസ്ഥയെയും സംസ്കാരത്തെയും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയായിരുന്നു ഇത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചാണ്. ദ വാർ ബിഗാൻ ഡ്യൂ ടു എ കോംപ്ലെക്സ് മിക്സ് ഓഫ് പൊളിറ്റിക്കൽ അലയൻസസ്, ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് റൈസിംഗ് നാഷണലിസം ഇൻ യൂറോപ്പ്. അതായത് യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രാദേശികമായ തർക്കങ്ങളുണ്ട്, ദേശീയത, അതുപോലെ രാഷ്ട്രീയ സഖ്യങ്ങൾ, ഇതെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സെക്കൻഡ് പോയിന്റ്, ദ മേജർ പവേഴ്സ് വർ ഡിവൈഡഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. പ്രധാനപ്പെട്ട 2 ശക്തികളുണ്ടായിരുന്നു, സഖ്യകക്ഷികളും അതുപോലെ കേന്ദ്ര ശക്തികളും. ഇതിനകത്ത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് റഷ്യ. സെക്കൻഡ് ഗ്രൂപ്പിൽ സെൻട്രൽ പവേഴ്സിൽ വരുന്നത് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി ആൻഡ് ദ ഓട്ടോമൻ എംപയർ. അപ്പോൾ ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ശക്തികൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ള മറ്റൊരു വിഷയമാണ്. ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള യുദ്ധമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരുപാട് സൈനികരെയും വിഭവങ്ങളെയും റിസോഴ്സുമൊക്കെ മുൻനിർത്തിയിരുന്നു. ഇത് മാത്രമല്ല ഫസ്റ്റ് വേൾഡ് വാർ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പുരുഷന്മാരൊക്കെ യുദ്ധത്തിന് പോയതോട് കൂടിയിട്ട് ലേബർ ഷോർട്ടേജ് വരുന്നുണ്ട്, തൊഴിൽ ക്ഷാമം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും വിമൻ എൻറ്റേർഡ് ഫാക്ടറീസ്, ഓഫീസസ് ആൻഡ് അതർ ജോബ്സ് ദാറ്റ് വർ പ്രീവിയസ്ലി ഡൺ ബൈ മെൻ. അതായത് മുന്നേ പുരുഷന്മാർക്ക് മാത്രം പ്രാധാന്യമുണ്ടായിരുന്ന ജോലികളെല്ലാം സ്ത്രീകൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നു. അപ്പോൾ ഇവിടെ വന്ന മാറ്റം എന്ന് പറയുന്നത് ട്രഡീഷണൽ ജെൻഡർ റോൾസ് അവിടെ ഒരു വെല്ലുവിളിയായി മാറി. അതായത് പരമ്പരാഗതമായ പുരുഷന്മാർ ഇന്നത് മാത്രം ചെയ്യാവോ, സ്ത്രീകൾ ഇന്നത് മാത്രം ചെയ്യാവോ എന്നുള്ള ആ ഒരു രീതിക്ക് ഒരു വെല്ലുവിളിയായി മാറുകയും അവിടെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും അതുമാത്രമല്ല സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പ്രസ്ഥാനത്തിന് ഒരു അടിത്തറയിടുകയും ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സമൂഹത്തിൽ ഒരുപാട് മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് രീതികളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ദ ഇൻ്റർവാർ ഇയേഴ്സ്. അതായത് ഫസ്റ്റ് വേൾഡ് വാർ അവസാനിച്ചതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ
പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ദി ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, അതായത് ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്നത് വേഴ്സൈൽസ് ട്രീറ്റിയോട് കൂടിയിട്ടാണ്. അപ്പോൾ അതോടുകൂടി യുദ്ധം അവസാനിച്ചു എങ്കിലും ജർമ്മനിയുടെ മേലിൽ നല്ല രീതിയിൽ തന്നെ നഷ്ടപരിഹാരം ചുമത്തിയിരുന്നു. അപ്പോൾ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും പിന്നെയും കുറച്ച് കൂടുതൽ ഒരു റിസൻമെൻറ്റിനും അത് കാരണമായി, കുറച്ചും കൂടി ദേഷ്യത്തിനും അത് കാരണമാവുകയും ചെയ്തു. പിന്നീട് ഇവിടെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു തീവ്ര രാഷ്ട്രീയ ചിന്താഗതികൾ വളരാൻ അത് കാരണമാവുകയും ചെയ്തു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് ഐഡിയോളജീസ്, അതായത് പുതിയ രീതിയിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ വന്നു ഇവിടെ. അതായത് ഫാസിസവും കമ്മ്യൂണിസവും ഒക്കെ യൂറോപ്പിൽ ഉയർന്നു വന്നു. മാത്രമല്ല ഏഷ്യയിലും ആഫ്രിക്കയിലുമെല്ലാം നാഷണലിസ്റ്റ് ആൻഡ് ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സുകളൊക്കെ വളരെ ശക്തമായി. ഈ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളുടെ ആധിപത്യത്തിനും അല്ലെങ്കിൽ ചൂഷണത്തിനൊക്കെ എതിരായിട്ട് കോളനിയിലെ ജനങ്ങൾ നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളെയും പ്രതിരോധങ്ങളെയും ഒക്കെയാണ് ഈ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്രാജ്യത്വ ഭരണത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടും സ്വന്തം രാജ്യത്തിൻ്റെ അധികാരം തിരിച്ചു പിടിക്കാനും ലക്ഷ്യമിട്ടിട്ടാണ് ഇത്തരം പോരാട്ടങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം. അതായത് ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യമാണ് ദ വാൾ സ്ട്രീറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഹരി വിപണിയിൽ തകർച്ച നേരിടുക എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം അങ്ങനെ വാൾ സ്ട്രീറ്റ് ക്രാഷ് വന്നു. അത് സ്വാഭാവികമായിട്ടും ആഗോള സാമ്പത്തിക വ്യവസ്ഥിതിയെ കംപ്ലീറ്റായിട്ടും തകിടമറിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് വന്നു, പോവേർട്ടി വന്നു. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സാമൂഹികമായ ഒരു അസ്വസ്ഥത അവിടെ ഉടലെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ജർമ്മനിയിലെ ഹിറ്റ്ലറും അതുപോലെ ഇറ്റലിയിലെ മുസോളിനിയും സ്പെയിനിലെ ഫ്രാങ്കോ തുടങ്ങിയ ഫാസിസ്റ്റ് നേതാക്കൾ അധികാരത്തിലെത്താൻ സഹായിച്ചത് ഈ ഒരു സമയത്തായിരുന്നു. ഇനി സമാധാന ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് അതിന് എക്സാമ്പിളാണ് ലീഗ് ഓഫ് നേഷൻ്റെ രൂപീകരണം. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്തു. ഫ്യൂച്ചറിൽ ഏതെങ്കിലും വാറുകളൊക്കെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യുന്നത്. പക്ഷേ ലീഗ് ഓഫ് നേഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ദുർബലമാണ്. അടുത്തൊരു യുദ്ധത്തിന് യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കാനുള്ള ഒരു ശക്തിയൊന്നും ലീഗ് ഓഫ് നേഷൻ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ അതിനോട് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമുള്ള പ്രവർത്തനങ്ങൾ ലീഗ് ഓഫ് നേഷൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധിക്കാതെ വരികയും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചാണ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല നാസി ജർമ്മനിയുടെ ഒരു ടെറിറ്റോറിയൽ അംബീഷൻസ്, ഒരു പ്രാദേശികപരമായ അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം, അതും സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിലെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും നാസി ജർമ്മനിയുടെ ടെറിറ്റോറിയൽ അംബീഷൻസ് എല്ലാം സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാർ തന്നെയായിരുന്നു സെക്കൻഡ് വേൾഡ് വാറും. അതിനകത്ത് എടുത്തു പറയുന്ന ഒരു പോയിൻ്റാണ് ദ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനി യൂറോപ്പിലെ ജൂത വിഭാഗങ്ങളെ ഒരു അപരിഷ്കൃതരായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് വളരെ ക്രൂരമായ രീതിയിലാണ്, അതായത് ക്രൂരമായ വംശഹത്യകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 41 മുതൽ 45 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ വളരെ ഭീകരമായൊരു അന്തരീക്ഷം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ആ ഒരു സമയത്താണ് ഹോളോകോസ്റ്റിൻ്റെ ഏറ്റവും മോശമായൊരു ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുപാട് ജ്യൂസിനെ അവർ നല്ല രീതിയിൽ തന്നെ ആക്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെയാണ് നമ്മൾ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ യൂസ് ഓഫ് അറ്റോമിക് ബോംബ്സ് ഓൺ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണവായുധങ്ങൾ പ്രയോഗിക്കുക, അതൊക്കെ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ്. Technologically, it saw the use of tanks, aircraft and submarines on a large scale and the development of nuclear weapons. Again, women took on major roles in factories and services while men fought. അപ്പോൾ ഇവിടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരുപാട് ടാങ്കുകളും
എയർക്രാഫ്റ്റുകളും അതുപോലെ തന്നെ സബ്മറൈൻസുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അണവായുധങ്ങളുടെ വികസനങ്ങളൊക്കെ ഈ ഒരു കാലത്തെ സാങ്കേതിക പുരോഗതി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതിലൂടെ. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ സമയത്ത് പുരുഷന്മാർ നിന്നിരുന്ന ജോലികൾക്ക് സ്ത്രീകൾ വീണ്ടും വന്നിട്ടുള്ളൊരു സമയം കൂടി തന്നെയാണ്. അതായത് പലപ്പോഴും യുദ്ധത്തിന് വേണ്ടി പുരുഷന്മാർ പോകുന്ന സമയത്ത് സ്ത്രീകൾക്ക് കുടുംബം അല്ലെങ്കിൽ ചുറ്റുപാടും കാര്യങ്ങളുമൊക്കെ കൺട്രോൾ ചെയ്യേണ്ട സാഹചര്യം വരികയും സ്ത്രീകൾ മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുകയും ചെയ്തതും ഈ ഒരു സമയത്ത് തന്നെയാണ്. ഇനി ആഫ്റ്റർ മാത്ത് ആൻഡ് ഇമ്പാക്റ്റ്, 2 വേൾഡ് വാറിന് ശേഷം എന്താണ് ഇനി നടന്നിട്ടുള്ളത്? അപ്പോൾ അതിലാദ്യം പറയുന്നത് ജിയോ പൊളിറ്റിക്സ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 ശക്തി രാഷ്ട്രങ്ങളായിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ് ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഒരു സംഘർഷത്തിന് കാരണമായി. അതാണ് കോൾഡ് വാറിലേക്ക് നയിച്ചിട്ടുള്ളത്. അത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 ശക്തി രാഷ്ട്രങ്ങളായിട്ട് വളർന്നു വരികയും അതോടുകൂടി ഈ മുതലാളിത്ത വ്യവസ്ഥയും കമ്മ്യൂണിസം തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഒരു സംഘർഷത്തിലേക്ക് അത് വഴിതെളിയിക്കുന്നു. അത് പിന്നീട് കോൾഡ് വാറിലേക്ക് എത്തുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് അല്ല, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. പിന്നെ രണ്ടാമത്തത് ഡീകോളനൈസേഷൻ, കൊളോണിയൽ വിരുദ്ധത. അതായത് യൂറോപ്യൻ കൊളോണിയൽ സാമ്രാജ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ദുർബലമായി. അപ്പോൾ പല കോളനികളും സ്വാതന്ത്ര്യം ആവശ്യപ്പെടാൻ വേണ്ടി തുടങ്ങി. അതും ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ഇനി ലിറ്ററേച്ചർ ആൻഡ് ആർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ആഘാതവും അതിൻ്റെ നിരാശയും എല്ലാം മിക്ക എഴുത്തുകാരും കലാകാരന്മാരും അവരുടെ വർക്കിലൂടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ആധുനികത എന്നൊരു ശൈലിക്ക് ജന്മം നൽകി. അതായത് അതുവരെ സാഹിത്യകൃതികൾ എന്ന് പറയുന്നത് കുറേ ഇമാജിനേഷനും അങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും ഒരു മോഡേൺ ഏജിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ യുദ്ധത്തിൻ്റെ തീവ്രമായ അവസ്ഥകളും അതിൻ്റെ നിരാശയും അതിൻ്റെ കംപ്ലീറ്റ് ആഘാതങ്ങളും എല്ലാം സാഹിത്യകൃതികളിൽ വളരെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, T.S. Eliot, Virginia Woolf, Ernest Hemingway and George Orwell captured the anxiety, loss and search for meaning of the era. In next point, the depression years or Great Depression. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്താണ് എന്നുള്ളത്. The depression years or Great Depression were a period of severe global economic crisis. It caused widespread poverty, unemployment and major social and political changes. അതായത് ലോകമെമ്പാടും ഉണ്ടായിട്ടുള്ളൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് നമ്മളിവിടെ ഡിപ്രഷൻ ഇയേഴ്സ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷനിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുവഴി വ്യാപകമായ ദാരിദ്ര്യം, അതുപോലെ തൊഴിലില്ലായ്മ, ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഇത് കാരണമായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ബിഗാൻ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിത്ത് വാൾ സ്ട്രീറ്റ് ക്രാഷ്. നേരത്തെ പറഞ്ഞു ഓഹരി വിപണിയിലുള്ള തകർച്ച എന്ന് പറഞ്ഞു. അപ്പോൾ ഇതോടുകൂടി ബാങ്കുകളെല്ലാം തകർന്നു, വ്യവസായങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും മോശമായ സാഹചര്യത്തിലേക്ക് പോയി, ആഗോള വ്യാപാരം കംപ്ലീറ്റ് ആയിട്ടും ഇടിവിലേക്ക് എത്തി. അപ്പോൾ ഇത് ലോകമെമ്പാടും ഒരു ഡൊമിനോ പ്രഭാവം സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല യൂറോപ്പിലെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെയും രാജ്യങ്ങളൊക്കെ ഈ ഒരു പ്രതിസന്ധി നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ഫാക്ടറീസ് ക്ലോസ്ഡ്, ബിസിനസ് ഫെയിൽഡ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് റീച്ച് റെക്കോർഡ് ലെവൽ. ഇപ്പോൾ ഒരുപാട് ഫാക്ടറികളൊക്കെ അടച്ചു, ബിസിനസ്സുകളൊക്കെ പൂട്ടി, തൊഴിലില്ലായ്മ അതിൻ്റെ റെക്കോർഡ് നിലയിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഭക്ഷണത്തിനാണെങ്കിലും വീടാണെങ്കിലും മറ്റെല്ലാ അടിസ്ഥാന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പണം കണ്ടെത്താൻ ഒരുപാട് ആളുകളെന്ന് ബുദ്ധിമുട്ടിയിരുന്നു. ഇതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസ്, സാമൂഹികമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് സൊസൈറ്റി വാസ് ഡീപ്ലി എഫക്റ്റഡ്. നമുക്കറിയാം ഈ ഒരു വിഷയം സമൂഹത്തെ എത്രമാത്രം നല്ല രീതിയിൽ അത് ബാധിക്കുമെന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പോവർട്ടി ബിക്കം കോമൺ, അതായത് സാമ്പത്തിക മാന്ദ്യം വരുന്ന സമയത്ത് തന്നെ ദാരിദ്ര്യം അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടും അത് വരും. ദ വർക്കിംഗ് ക്ലാസ്, ഫാമേഴ്സ് ആൻഡ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് സഫേർഡ് ദ മോസ്റ്റ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നത് തൊഴിലാളി വർഗം, അതുപോലെ കർഷകർ, ന്യൂനപക്ഷങ്ങളൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടി. നിലവിലുള്ള സാമൂഹിക അസമത്വങ്ങൾ കുറച്ച് കൂടുതൽ രൂക്ഷമായി. അത് മാത്രമല്ല വീടില്ല, പട്ടിണിയാണ്, സാമൂഹിക അസ്വസ്ഥതകൾ വന്നു. ഒരുപാട് ആളുകൾ സാമ്പത്തിക വ്യവസ്ഥയിൽ
ഉള്ള വിശ്വാസം ജനങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വിഷയത്തിന് ശേഷമുള്ള ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ പൊളിറ്റിക്കൽ റെസ്പോൺസൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഗവൺമെൻറ് വ്യത്യസ്തമായ ഒരുപാട് സൊല്യൂഷൻസ് എല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം പറയുന്നത്, ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ദ ഗവൺമെൻറ് ലോഞ്ച് ജോബ് ക്രിയേഷൻ പ്രോഗ്രാംസ്, പബ്ലിക് വർക്ക്സ് ആൻഡ് സോഷ്യൽ അസിസ്റ്റൻസ് ഫോർ അൺഎംപ്ലോയിഡ്. അതായത് സർക്കാർ അന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരുപാട് പദ്ധതികൾ, അതുപോലെ തൊഴിലില്ലാത്തവർക്ക് സാമൂഹിക സഹായം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഗ്ലോബലി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഒരുപാട് തീവ്ര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഉയർച്ചയ്ക്ക് ഒരു കാരണമാവുകയാണ് ചെയ്തത്. അതായത് ജനാധിപത്യത്തിലും മുതലാളിത്തത്തിലും ജനങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഇഷ്ടക്കേട് വന്നു തുടങ്ങി. അപ്പോൾ ഇത് ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നിവിടങ്ങളിലെ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് അധികാരം നേടാൻ സഹായിക്കുകയാണ് ഇതുകൊണ്ടുണ്ടായത്. അപ്പോൾ അവർ സാമ്പത്തിക വീണ്ടെടുപ്പും ദേശീയ ശക്തിയും വാഗ്ദാനം ചെയ്തു. അതായത് കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഇപ്പോഴുണ്ട നിലവിലുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയെ കംപ്ലീറ്റ് ആയിട്ടും വിശ്വാസം നഷ്ടപ്പെട്ട ആ ഒരു സമയത്താണ് ഈ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് അധികാരം നേടാൻ അത് സഹായകമാവുകയും അവർ സാമ്പത്തിക വീണ്ടെടുപ്പിനും അതുപോലെ ദേശീയ ശക്തിക്കും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ജനങ്ങളെ പെട്ടെന്ന് തന്നെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതേസമയം ചില തൊഴിലാളി യൂണിയനുകളും അതുപോലെ സോഷ്യലിസ്റ്റ് സംഘടനകളൊക്കെ ശക്തമായി അവർ തൊഴിലാളികളുടെ അവകാശങ്ങൾ, ന്യായമായ വേതനം, സാമൂഹിക പരിഷ്കാരങ്ങൾ എന്നിവയൊക്കെ ആവശ്യപ്പെടുന്ന അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇനി ലിറ്ററേച്ചറിലും ആർട്ടിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം? അപ്പോൾ നമുക്കറിയാം ആ കാലത്തെ നിരാശയും അതുപോലെ പ്രതിരോധശേഷിയും എല്ലാ കലാകാരന്മാരും അവരുടെ വർക്കിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ തീം വ്യത്യാസമായിരിക്കും. മോഡേണിസ്റ്റ് ആൻഡ് റിയലിസ്റ്റ് ലിറ്ററേച്ചർ ഫോക്കസ്ഡ് ഓൺ തീംസ് ഓഫ് ഇൻജസ്റ്റിസ്, സ്ട്രഗിൾ ആൻഡ് സർവൈവൽ. ഇപ്പോൾ നമ്മൾ മുന്നേ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യകാല സാഹിത്യത്തിൽ ഇമാജിനേഷന്, പ്രണയം, അങ്ങനത്തെ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം. പക്ഷേ വേൾഡ് വാറിൻ്റെ സമയം മുതൽ ആ ഒരു സാഹചര്യം എഴുത്തുകാരെയും മനുഷ്യരെയും കംപ്ലീറ്റ് സാധാരണക്കാരെയും മനുഷ്യരെയും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാനസികമായും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിലൊക്കെ മാറ്റം വന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചിന്താഗതികളാണ് ഈ ലിറ്ററേച്ചറുമായി കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് എഴുത്തുകാരുടെ വർക്കിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വർക്കിൻ്റെ എല്ലാം തീംസ് എന്ന് പറയുന്നത് ഇൻജസ്റ്റിസ്, അതുപോലെ സ്ട്രഗിൾ, സർവൈവൽ. ഇപ്പോൾ എങ്ങനെയാണ്, എന്തെല്ലാം അനീതികളാണ് അവർ ഫേസ് ചെയ്തത്, ഏതൊക്കെ രീതിയിലാണ് അവർ അതിനോട് പോരാടിയത്, എങ്ങനെയായിരുന്നു അവരുടെ അതിജീവനം എന്നീ വിഷയങ്ങളാണ് കൂടുതലായിട്ടും റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ജോൺ സ്റ്റീൻബെക്സിൻ്റെ ദ ഗ്രേവ്സ് ഓഫ് രാത്ത് എന്ന് പറയുന്ന വർക്ക്. ഇവിടെ അദ്ദേഹം അമേരിക്കൻ കർഷകരുടെയും അതുപോലെ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെയും ഒക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അദ്ദേഹം ഈ വർക്കിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ ഒരു കാലത്തെ കഥകളും അതുപോലെ കലകളും സംഗീതവും പലപ്പോഴും കഷ്ടപ്പാടുകൾക്കിടയിൽ മനുഷ്യൻ്റെ ആ ഒരു ഡിഗ്നിറ്റിയാണ് കൂടുതലായിട്ടും ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കി, സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 39 to 45 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 29 to 39 വരെയുള്ള സമയമാണ് ഗ്രേറ്റ് ഡിപ്രഷൻ, അതായത് മാന്ദ്യം ഉണ്ടായിട്ടുള്ളത്. അതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോകമഹായുദ്ധങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വന്നിട്ടുള്ള മറ്റുള്ള ചില പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചതോട് കൂടിയിട്ടാണ് ഗ്ലോബൽ ഇക്കോണമി വീണ്ടെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായത്. അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ വ്യവസായത്തെ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തിരുന്നാലും ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു, അതിൻ്റെ ആ ഒരു അവസ്ഥ ഒരുപാട് കാലം നീണ്ടു നിന്നിട്ടുണ്ട്. എങ്കിൽ കൂടി സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇതുപോലെയുള്ള യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അത് സാമ്പത്തികപരമായി കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ദ ഗ്രേറ്റ് ഡിപ്രഷൻ ടോട്ട് ഗവൺമെൻറ്റ്സ് the importance of economic planning
ആൻഡ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ ഈ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും സാമൂഹികമായ ക്ഷേമത്തിൻ്റെയും പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് ഗവൺമെൻറ്റിന് മനസ്സിലാവാനും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അതിൽ നിന്നൊരു പാഠം പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു ലെവലിൽ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളതും ഗവൺമെൻറ് പഠിച്ചു. ജോർജിയൻ എഡ്വേർഡിയൻ കാലഘട്ടങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയ അധികാരത്തിൻ്റെ തകർച്ച, അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അന്ത്യം. അപ്പോൾ ഇത് ലോകത്ത് ബ്രിട്ടൻ്റെ സ്ഥാനത്തിനെയും അതുപോലെ ആഗോളമായ രാഷ്ട്രീയത്തെയും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റീസൺസ് ഫോർ ദി ഡിക്ലൈൻ, ഇങ്ങനെ തകരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇതിനകത്ത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനകത്ത് പറയുന്നത് പുതിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഐഡിയാസ് ഉണ്ടായത്. അതിനകത്ത് ഒന്നാണ് ലേബർ മൂവ്മെൻറ്റ്സുകൾ, അതുപോലെ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ്, അതുപോലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റിഫോംസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്സുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് പുതിയ ആശയങ്ങളൊക്കെ രാഷ്ട്രീയ ആശയങ്ങളൊക്കെ ഉയർന്നു വന്നു. ഇപ്പോൾ തൊഴിലാളി പ്രസ്ഥാനങ്ങളാണെങ്കിലും സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളാണെങ്കിലും അതുപോലെ ജനാധിപത്യ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഈ പഴയ പ്രഭുക്കന്മാരുടെ അധികാരഘടനയെ വെല്ലുവിളിച്ചു. അതായത് ഇനി അത് പറ്റില്ല, ഒരു പുതിയതായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരണം എന്ന രീതിയിലേക്ക് അത് മാറി. അപ്പോൾ ജനങ്ങൾ കൂടുതൽ രാഷ്ട്രീയ പങ്കാളിത്തവും സാമൂഹിക സമത്വവും ആഗ്രഹിക്കുന്നുണ്ട്. അത് വേണമെന്നവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യവാഴ്ചയും അതുപോലെ ഉന്നതവർഗത്തിൻ്റെ പരമ്പരാഗത അധികാരമൊക്കെയാണല്ലോ നമ്മൾ കുറേ കാലം കാണുന്നത്. അതെല്ലാം ക്ഷയിച്ചിട്ട് ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എടുത്ത് പറയുന്ന സമയത്ത് ഫസ്റ്റ് വേൾഡ് വാറിൽ തന്നെ ബ്രിട്ടന് ഒരുപാട് സാമ്പത്തികമായും സൈനികമായിട്ടും ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേസമയം അമേരിക്കയും സോവിയറ്റ് യൂണിയനും പുതിയ ലോകശക്തികളായിട്ട് ഉയർന്നു വരികയും ചെയ്തു. കൂടാതെ ബ്രിട്ടൻ്റെ കോളനികളിൽ ദേശീയവാദ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ ശക്തമായിരുന്നു. ഏഷ്യ, ആഫ്രിക്ക, കരീബിയൻ എന്നിവിടങ്ങളിലെ ജനങ്ങളൊക്കെ ഈ സ്വയം ഭരണത്തിന് വേണ്ടിയിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഡിക്ലൈൻ അതിൻ്റെ പ്രധാനപ്പെട്ട റീസണാണ്. ദി എൻഡ് ഓഫ് എംപയർ, അത് ആദ്യം പറയുന്നത് ഡി കോളനൈസേഷൻ, അതായത് കോളനി വിമോചനം. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറച്ചും കൂടി വേഗത്തിലാവുന്നത്. അപ്പോൾ അതിന് ആദ്യം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതൊരു പ്രധാനപ്പെട്ടൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു. മഹാത്മാഗാന്ധി നയിച്ചിട്ടുള്ള ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ അത് ബ്രിട്ടന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. അതുമാത്രമല്ല 1947 ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യയെയും പാകിസ്ഥാനെയും വിഭജിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇത് ഒരുപാട് രീതിയിലുള്ള കോളനി വിമോചനത്തിന്, ഒരു വൻതോതിലുള്ള കോളനി വിമോചനത്തിന് തുടക്കമിടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ആഫ്രിക്കയിലും അതുപോലെ കരീബിയൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭങ്ങളുണ്ടായി. അപ്പോൾ ചില ആളുകളൊക്കെ ചില രാജ്യങ്ങളൊക്കെ സമാധാനപരമായ ചർച്ചകളിലൂടെയാണ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ചില രാജ്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒരുപാട് സായുധ പോരാട്ടങ്ങളിലൂടെയൊക്കെയാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1960 കൂടിയിട്ട് ഒട്ടുമിക്ക ബ്രിട്ടീഷ് കോളനികളും സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറി. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഒരു സാമ്രാജ്യത്തിൻ്റെ ഒരു ഔപചാരികമായൊരു നിയന്ത്രണം, രാഷ്ട്രീയ നിയന്ത്രണം ഉണ്ടായിരുന്ന ബ്രിട്ടന് അത് നഷ്ടമാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ്. അപ്പോൾ ബ്രിട്ടന് അധികാരം, ആ സാമ്രാജ്യത്തെ ഭരണം അവിടെ അവസാനിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു നാഷണൽ ഐഡൻറ്റിറ്റി, അതിനെക്കുറിച്ച് കുറച്ചുകൂടി നന്നായി ചിന്തിക്കുക എന്നൊരവസ്ഥയിലേക്ക് അവർ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദി ബ്രിട്ടീഷ് എക്സെപ്ഷണലിസം എന്ന് പറയുന്ന ഒരു ആശയവും അതുപോലെ ഗ്ലോബൽ ഡോമിനൻസും എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് മങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടന് മറ്റുള്ള മുന്നേ ഉണ്ടായിരുന്ന കോളനിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളൊരു പുനർചിന്തയിലേക്ക് വന്നു. അപ്പോൾ പോസ്റ്റ് കൊളോണിയലിസം ആണെങ്കിലും അതുപോലെ ഈ ഒരു സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ ആ ഒരു പൈതൃകം, അതെല്ലാം അങ്ങനത്തെ വിഷയങ്ങളെല്ലാം അന്നത്തെ എഴുത്തുകാർ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുകയും അവരുടെ വർക്കിനകത്തൊരു മെയിൻ തീമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള എക്സാമ്പിൾസാണ് ഓതേഴ്സ് ലൈക്ക് ചിനുവ അച്ചേബെ, വി എസ് നായ്പോൾ, സൽമാൻ റുഷ്ദി അവരുടെ വർക്കിനകത്ത് ഇത് വ്യക്തമായി കാണിക്കുന്നുണ്ട്.
അപ്പോൾ അവരുടെ എല്ലാ വർക്കിനകത്ത് ഈ കൊളോണിയലിസത്തിൻ്റെയും അതുപോലെ സാംസ്കാരികവും രാഷ്ട്രീയവും മാനസികവുമായിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് അവരുടെ വർക്കിലൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ബ്രിട്ടൻ ആഫ്റ്റർ എംപയർ, ഈ സാമ്രാജ്യത്വത്തിന് ശേഷമുള്ള ബ്രിട്ടൻ എങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു സാമ്രാജ്യത്വ ശക്തിയിൽ നിന്ന് ബ്രിട്ടൻ കോമൺവെൽത്തിലെ ഒരു മുൻനിര അംഗമായിട്ട് മാറുന്നുണ്ട്. അതായത് കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ an association of independent nations that were once part of the British Empire. ഒരു സമയത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുൻനിര അംഗമായിട്ട് ബ്രിട്ടൻ മാറുന്നുണ്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയ അധികാരത്തിൻ്റെ തകർച്ച, അതുപോലെ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം, അതൊരു കാലഘട്ടത്തിൻ്റെ അവസാനത്തെയും മറ്റൊന്നിൻ്റെ തുടക്കത്തെയുമാണ് കാണിക്കുന്നത് എന്ന് നമ്മൾക്കിവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എല്ലാ വാറുകളും അതുപോലെ ദേശീയതയും സാമ്പത്തിക സമ്മർദ്ദങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളും എല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ പൈതൃകം ഇന്നും ആഗോള ശക്തി, അതുപോലെ പോസ്റ്റ് കൊളോണിയലിസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഡിപ്രഷൻ ഇയേഴ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഡിപ്രഷൻ ഇയേഴ്സ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, അതിലേക്ക് നയിച്ച സംഭവം എന്താണ് എന്നുള്ളത് എഴുതുക. അപ്പോൾ ഡിപ്രഷൻ ഇയേഴ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും ഫൈനലി അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു 5 മാർക്സിനുള്ള എസ്സി ആവും. ഇപ്പോൾ യൂണിറ്റ് 1-നകത്ത് 3 പോയിൻറ്റ്സേ നമുക്ക് പറയാനുള്ളൂ. സെക്കൻഡ് യൂണിറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ്, ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പ്ലസ് അതർ പോയിൻറ്റ്സും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും രീതിയിലുള്ള ഒപ്പീനിയൻസ്, കമൻറ്റ്സ്, സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. താങ്ക് യു സോ മച്ച്.